കുംഫു എന്ന ആയോധന കലയെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാകില്ല. ചൈനയിൽ ആവിർഭവിച്ചതാണെന്ന് കരുതപ്പെടുന്ന കുംഫു യഥാർത്ഥത്തിൽ ഒരായോധന കലയല്ല. കുംഫു എന്ന വാക്കിനർത്ഥം ധാരാളം ക്ഷമയും സമയവും എടുത്ത് പഠിക്കുന്ന ഒരു കാര്യം എന്നാണ്. അത് ഒരായോധന കല ആകണമെന്നില്ല, എന്ത് കാര്യവുമാകാം. ഉദാഹരണത്തിന്, വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് മികച്ച ചായ ഉണ്ടാക്കുന്ന രീതി നമ്മൾ പഠിച്ചെടുക്കുന്നു എന്നിരിക്കട്ടെ. അതിനെയും കുംഫു എന്ന് പറയാവുന്നതാണ്. സത്യത്തിൽ ചൈനയിൽ അത്തരത്തിൽ നിലനിൽക്കുന്ന രീതിയാണ് കുംഫു ടീ സെറിമണി. ചൈനീസ് ആയോധനകല എന്നതിന് സമാനമായ മാൻഡറിനിലെ വാക്ക് ഷോഗുവോ വുഷു എന്നതാണ്. കരാട്ടെ കിഡ് എന്ന സിനിമയിൽ ജാക്കി ചാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എവ്രിതിങ് ഈസ് കുംഫു. അതായത് കുംഫു എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എടുക്കുന്ന എല്ലാ പരിശ്രമത്തെയും സൂചിപ്പിക്കുന്നു എന്ന്. 1966 പഞ്ച് മാഗസീൻ അവരുടെ മാഗസീനിൽ കുംഫു എന്നത് നിരായുധമായ ഒരു ആയോധന കലയാണ് എന്ന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. കുംഫു എന്ന വാക്കിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് തുടക്കം ഇവിടെ നിന്നുമാണ്. ഈ തെറ്റായ തർജ്ജമയുടെ കൂടുതൽ ഉറപ്പിക്കൽ ചൈനീസ് സിനിമകളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ കൂടെയാണ് വന്നത്. അതിലെ സബ് ടൈറ്റിലുകളും ഡബ്ബിങ്ങും കുംഫു എന്ന വാക്കിൻ്റെ അർത്ഥം മാർഷൽ ആർട്ട് എന്നാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ബ്രൂസ്ലി തുടങ്ങിവെച്ച ചൈനീസ് മാർഷൽ ആർട്ട് സിനിമകൾ ജാക്കി ചാനിലൂടെയും ജെറ്റ്ലിയിലൂടെയും ലോകത്തിൽ വലിയ പ്രചാരം നേടി. ഈ സിനിമകൾ അറിയപ്പെട്ടതു തന്നെ കുംഫു മൂവീസ് എന്നാണ്. 1970-കളിൽ ബ്രൂസ്ലി സിനിമകൾക്ക് അമേരിക്കയിൽ വലിയ രീതിയിൽ പ്രചാരം ലഭിച്ചു. ന്യൂയോർക്കിലെ മാൻഹട്ടൻ സ്ക്വയറിൽ എല്ലാ രാത്രികളിലും പബ്ലിക് ഷോസ് കാണാൻ യുവാക്കൾ തടിച്ചുകൂടി. ഇതേ സമയത്ത് തന്നെയാണ് സംഗീതത്തിൽ ഹിപ്പ് ഹോപ്പ് ജോണർ വളർന്നു വന്നതും നൃത്തത്തിൽ ബിബോയ് എന്ന നൃത്തരീതി ഉടലെടുക്കുകയും ചെയ്യുന്നത്. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ബിബോയ് ഡാൻസിലെ ആക്രോബാറ്റിക് മൂവ്സ് യാഥാർത്ഥ്യത്തിൽ കുംഫുവിലെ ചുവടുകളായിരുന്നു. അതെ, എവ്രിതിങ് ഈസ് കുംഫു.